ഇന്ന് ഞാൻ ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് കുറച്ചധികം പുളി എടുത്തിട്ടുണ്ട്. ആ പുളി ഒരു 2-3 പ്രാവശ്യം തിരുമ്പി പിഴിഞ്ഞെടുക്കണം. എന്നാലാണ് അതിലത്തെ മുഴുവനായിട്ട് സത്ത് ഇങ്ങോട്ട് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി, ഒത്തിരി മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് അത്യാവശ്യം കുറച്ച് നല്ലോണം ആയി കഴിഞ്ഞാൽ അതിലേക്ക് 3-4 പച്ചമുളക് അതിൽ കീറിയിട്ടിട്ടുണ്ട്. അത് നല്ല പച്ചമുളകിലിട്ട് നല്ലോണം മണം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കൂടാതെ കുറച്ചധികം ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ കീറി വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ഈ പുളി കുറുകി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ശർക്കര, എത്ര മധുരം വേണം അത്ര ശർക്കര ഇട്ട് തിളപ്പിച്ചെടുക്കണം. അത് നന്നായിട്ട് മിക്സായിട്ട് കുറുകണം. അതിലേക്ക് നമ്മൾ ഇനി കടുക് താളിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച കടുകും അതുപോലെ ഉണക്കമുളക്, വറ്റൽമുളകില്ലേ, അത് 2-3 ഇടുന്നുണ്ട്. അതിലേക്ക് ഒരു ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, അത്യാവശ്യം കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ശർക്കര ഇതൊക്കെ കൂടെ മിക്സായി പാകമായി കഴിഞ്ഞാൽ അതിലേക്ക് നല്ല മൂത്തിട്ടുള്ള നല്ല പാകമായിട്ടുള്ള വറവ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായി ഇളക്കിയിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം. എന്നിട്ടത് പാകമായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിത് ഇഞ്ചി കുറച്ചധികം ഇടുന്നതുകൊണ്ടാണ് ഇതിന് ഇഞ്ചിപ്പുളി എന്ന് പറയണത്. നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്.